ദേശീയപാത പുതുക്കാട് മേൽപ്പാലം തൂണുകളിൽ നിർമ്മിക്കണമെന്ന് പുതുക്കാട് ചേർന്ന ജനകീയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ദേശീയപാത പുതുക്കാട് അമ്പല്ലൂരിലേതുപോലെ മണ്ണിട്ടുയർത്തുന്ന റോഡ് പണിയരുതെന്നും റോഡ് തൂണിന്മേൽ മേൽപ്പാലമായി പണിയണമെന്നും പുതുക്കാട് ചേർന്ന ജനകീയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അടിപ്പാതയുടെ ഭാഗം മാത്രം തൂണിന്മേൽ എന്നാണ്. അമ്പല്ലൂരിൽ 8 സ്പാനുകളാണെങ്കിൽ പുതുക്കാട് 24 മീറ്റർ വീതിയിൽ 4 സ്പാൻ വീതവും. ഒരു സ്പാന് പരമാവധി 20 മീറ്റർ നീളം എന്ന കണക്കിൽ 80 മീറ്ററാണ് അടിപ്പാതയുടെ നീളം. ബാക്കി 1370 മീറ്റർ ദൂരം മണ്ണിട്ടുയർത്തുകയാണ്. ഹൈവേയുടെ നിലവിലുള്ള വീതിയിൽ 80 മീറ്റർ നീളം പുതുക്കാട് ടൗണിൽ ലഭ്യമാക്കുക 47.45 സെന്റ് സ്ഥലമാണ്. മണ്ണിട്ട് മൂടിപ്പോവുക 8 ഏക്കർ 14 സെന്റ് സ്ഥലവും. ഏറ്റവും മൂല്യവത്തായ പൊതു ഇടമാണ് മൂടിപ്പോകുന്നതെന്ന് കൺവെൻഷൻ ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് അമ്പല്ലൂരിന് സമാനമായ മണ്ണിട്ടുയർത്തുന്ന റോഡ് വന്നാൽ അമ്പല്ലൂരിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമെന്നും 2 കുന്നുകൾക്കിടയിലുള്ള ഈ ടൗൺ അനങ്ങാനാകാത്ത വിധം സ്തംഭിക്കുമെന്നും ആളുകൾ ടൗണിനെ ഒഴിവാക്കുന്ന പ്രവണത വർദ്ധിക്കുമെന്നും ജനകീയ കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജ രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ മുൻ MLA MK പോൾസൺ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TN മുകുന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, ബീന ഷാബു, CPI ML പ്രതിനിധി AK ചന്ദ്ര, പ്രജ്യോതി നികേതൻ കോളേജിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അലൻ ലൂക്കോസ്, മേഖലാ സെക്രട്ടറി AT ജോസ്, കൃഷ്ണൻ, സൗപർണിക എന്നിവർ പങ്കെടുത്തു. KK അനീഷ് കുമാർ പഠനങ്ങളുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ജനകീയ സമിതി രൂപീകരിച്ചു. AT ജോസ് കൺവീനറായും CP സജീവൻ കോർഡിനേറ്ററായും പ്രവർത്തിക്കും. റിപ്പോർട്ട് തൃശ്ശൂർ ജില്ലയിലെ ഉരുൾപൊട്ടലുകൾ എന്ന റിപ്പോർട്ടാണ്. ഇതൊരു സയന്റിഫിക് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യം 22 ഡിഗ്രി ചെരുവിന് മേലെയുള്ള മലയോരങ്ങളിലെ മണ്ണെടുപ്പ്, ആ മണ്ണെടുപ്പ് മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നുവെന്നും അതിനാൽ തന്നെ കുത്തനെ ചെരിഞ്ഞ പ്രദേശങ്ങൾ വീടുകൾക്ക് പോലും മണ്ണെടുക്കാനുള്ള അനുമതി കോടതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രസ്താവ്യമാണ്. നോക്കൂ, ഈ സാഹചര്യം കൂടി നമ്മൾ ഈ പശ്ചാത്തലത്തിൽ പരിഗണിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അടിപ്പാത അപ്പോഴാണ് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഇപ്പുറത്തും അപ്പുറത്തും പോകാനും ഒക്കെ സാധിക്കണം. കാലം വെച്ചുകൊണ്ട് അതിന് ഒരു തടസ്സം നേരിട്ടു. ഇപ്പം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ നല്ല ഒരു അഭിപ്രായമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായും പുതുക്കാടിൻ്റെ 2 ഭാഗവും കാണാതിരിക്കുന്ന തരത്തിൽ നമ്മളെ പുതുക്കാടിനെ 2 കരയായി വിളിക്കുന്ന ഒരു മൺതിട്ടങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ നാടിനെയും കച്ചവടക്കാരെയും ജനങ്ങളെയും സംരക്ഷിക്കുന്ന തൂണുകളാണ് നമുക്ക് വേണ്ടത്. മുതൽ തൂണുകളിലാണ് ഈ പറഞ്ഞ ബ്രിഡ്ജുകൾ വരേണ്ടത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും ആശ്വസിച്ചതാണ്. നമ്മുടെ ഈ പുതുക്കാട് വരാൻ പോകുന്ന ഉറപ്പായിട്ട് ഒരു ഫ്ലൈ ഓവർ വരും, അത് വരുന്ന തൂണുകളിലാണല്ലോ എന്ന് ഞാനും ആശ്വസിച്ചിരുന്നു. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് വരുന്നത്. പക്ഷെ എന്റെ സംശയം വേറൊന്നുമല്ല, ഇനി നമുക്ക് മുന്നോട്ട് ഓൾറെഡി ടെൻഡർ നടപടികൾ ഈ തൃശ്ശൂർ മണ്ണത്തൂരുള്ള തൂണുകളിൽ ഈ പാലം ഉണ്ടാകണമെന്ന് ആ നിലപാട് തന്നെയാണ് പ്രസ്താവനയുള്ളത്. പിന്നെ ഈ ടോൾ വിഷയത്തിൽ ഇവിടെ സംസാരിച്ച കാരണം ഒരു കാര്യം പറയുന്നത്, ടോൾ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPM പ്രസ്ഥാനം. സൂചിപ്പിച്ചെന്നുള്ളൂ.